നമ്മളിവിടെ ഒരു സിമെൻറ്റ് പില്ലറിൽ വുഡിൻ്റെ ഡിസൈൻ കൊടുക്കുകയാണ്. അതിനാദ്യം ചെയ്യേണ്ടത് സിമെൻറ്റ് പില്ലറിൽ പുട്ടിയിടുക എന്നുള്ളതാണ്. പുട്ടിയിട്ട് അതിന് ശേഷം അത് ഉരച്ച് സ്മൂത്താക്കി അതിന് മുകളിൽ പ്രൈമർ അടിച്ച് തേക്കിൻ്റെ കളർ അടിക്കാനുള്ള ആ ഒരു കളർ അടിച്ചു കൊടുക്കുക. പിന്നെ എമൽഷൻ കളർ അടിച്ചിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിനായിട്ടുള്ള കാര്യമുണ്ട്. എമൽഷൻ അടിച്ച് നമ്മൾ വരച്ച് അതിന് മുകളിൽ PU ക്ലിയറുകളൊക്കെ അടിക്കുമ്പോൾ PU ക്ലിയർ അടിക്കാം, അതല്ലെങ്കിൽ സാൻഡിങ് സീലർ അടിച്ചിട്ട് മറ്റു പല ക്ലിയറുകളും അടിക്കാം. പക്ഷേ ടിന്നർ ബേസ്ഡ് മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതിന് മുകളിൽ ഇങ്ങനെ അടിച്ച് നല്ല പോലെ ഇങ്ങനെ 2-3 കോട്ട് ഒരുമിച്ച് അടിച്ച് ഇങ്ങനെ കനമാക്കി വെക്കരുത്. കനമാക്കി വെച്ചാൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എമൽഷൻ ചിലപ്പോൾ പറഞ്ഞു വരും. എനാമൽ പെയിൻ്റൊക്കെ ആണെങ്കിൽ പിരിഞ്ഞു പോകും. അതുപോലെ തന്നെ എമൽഷൻ പെയിൻറ്റിൻ്റെ മുകളിലും കുറേ നേരം ടിന്നർ അടിച്ചിട്ട് ഇങ്ങനെ ഉണങ്ങാൻ ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ അത് അടിയിൽ നിന്നും വിട്ടുപോരും. കാരണം നമുക്കറിയാം പെയിൻറ്റ് ബക്കറ്റിനകത്തൊക്കെ തിന്നർ ഒഴിച്ച് കഴിഞ്ഞാൽ അത് അങ്ങ് ഉരുകി ഇങ്ങ് അടർന്നു വരും. അതുപോലെ ഒരു പ്രശ്നം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അത് നമ്മൾ ഓരോ കോട്ടുകളായിട്ട് അടിച്ചു കൊടുക്കുക. അല്ലാതെ കനത്തിൽ നമ്മൾ ഒരു സ്ഥലത്ത് കണ്ടതാണ് അങ്ങനെ ഒരു ടീം അടിച്ചപ്പോൾ അതൊക്കെ അങ്ങ് പൊന്തുന്നത്. അപ്പോൾ അത് അടിക്കുന്നതിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ മെറ്റീരിയൽസിന് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം നമ്മൾ ഒരുപാട് സൈറ്റുകൾ ചെയ്യുന്നതാണ്. ചില ആളുകൾ അടിക്കുമ്പോൾ ഒരുപാട് മിനുസം വരട്ടെ എന്ന് കരുതിയിട്ട് ഒറ്റ അടിക്കാൻ 2-3 കോട്ടൊക്കെ ഇങ്ങനെ അടിച്ച് അത് ഉണങ്ങാനായിട്ട് ഒരു അരമണിക്കൂറൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു വേസ്റ്റ് ടിന്നറിൽ മുക്കിയിട്ട് പെയിൻറ്റിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ആ പെയിൻറ്റ് ആ ഭാഗം അങ്ങ് ഉരുകി പോകും. അതുപോലെയുള്ള ഒരു സംഭവമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ഒരു കോട്ട അടിക്കാതെ ഉണങ്ങിയതിന് ശേഷം അടുത്ത കോട്ട അടിക്കുക. അങ്ങനെ ചെയ്താൽ ഒരു കുഴപ്പമില്ല, നമുക്ക് 5-6 കോട്ട അടിക്കാം, അങ്ങനെ വിഷയമല്ല. പിന്നെ എന്തിനാണ് ഈ 2-3-4 കോട്ട അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല സ്മൂത്ത് കിട്ടും, പിന്നെ വെള്ളമൊന്നും അതിനകത്തോട്ട് ഇറങ്ങില്ല. അങ്ങനെയൊക്കെയുള്ള ഗുണത്തിനാണ് ഈ 2-3 കോട്ടൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നത്. നമ്മൾ PU പെയിൻറ്റ്, അതല്ലെങ്കിൽ NC പെയിൻറ്റ്, എനാമൽ പെയിൻറ്റ്, അതൊക്കെ ബേസായിട്ട് ഇതിൻ്റെ മുകളിൽ അടിക്കാറുണ്ട്. പക്ഷേ നമുക്ക് പുട്ടിയും അതുപോലെ തന്നെയാണ്. വാൾപുട്ടി, അതല്ലെങ്കിൽ NC പുട്ടി, ഓജ് പുട്ടി, അങ്ങനെ ഓരോന്ന് ഇട്ടിട്ട് നമ്മൾ തന്നെ ഫുള്ള് ബോഡി ഫില്ലർ ഇട്ടിട്ടുള്ള സിമെൻറ്റ് പില്ലർ ചെയ്തിട്ടുണ്ട്, പുട്ടിയൊന്നും ഇടാതെ. അപ്പോൾ അത് ഓരോ ആളുകളുടെയും ഐഡിയയ്ക്ക് അനുസരിച്ചും അവരുടെ മെറ്റീരിയൽസിൻ്റെ പൈസ ചിലവ്. NC പുട്ടിയിട്ട് ഇത് കട്ട് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് നമുക്ക് വാട്ടർ പുട്ടിയിട്ട് കട്ട് ചെയ്യാൻ എന്നുള്ളത് കൊണ്ടാണ് വാട്ടർ പുട്ടി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളിതിൻ്റെ മുകളിൽ NC പുട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഇടാനും പേപ്പർ ചെയ്യാനും അതിനെ ഫിനിഷിംഗ് ആക്കി എടുക്കാനൊക്കെ ഭയങ്കര പണിയാണ്. അപ്പോൾ അതിന് പൈസ കൂടും, ലേബർ കൂടും, മെറ്റീരിയൽസിൻ്റെ പൈസ കൂടും. അപ്പോൾ അതൊക്കെ അതിലൊരു പ്രശ്നമാണ് ചെയ്യാൻ. അതൊക്കെയാണ് വാട്ടർ പുട്ടി നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. പിന്നെ എളുപ്പമാണ് നമുക്ക് വാട്ടർ പുട്ടി കട്ട് ചെയ്യാനൊക്കെ. പേപ്പർ കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിയായിട്ട് പോകും, അതിന് മുകളിൽ പെയിൻ്റ് അടിക്കാം. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണ്, ആ പൊടിയായിട്ട് പോകുന്ന പോലെ തന്നെയാണ് അതിന് മുകളിൽ എന്തെങ്കിലുമൊക്കെ തട്ടി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടുകയും ചെയ്യും. പക്ഷേ NC പുട്ടി ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു തൂണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടി പോവില്ല, കാരണം അത് കുറച്ചുകൂടെ ഉറപ്പുള്ള പുട്ടിയാണ്. നമ്മൾ വെള്ളമൊക്കെ ആക്കി വരച്ചാലാണ് അത് ഒന്ന് ഇളകിപ്പോവുക. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, ഈ ചാരുബെഞ്ചുകൾ, സിമെൻറ്റ് പില്ലറുകളൊക്കെ. പക്ഷേ അതിന് പൈസ കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് അധികം ആളുകൾ ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിൽ ചാരുബെഞ്ചുകൾ അധികം ഇല്ല. ഇപ്പോൾ വളരെ അപൂർവമായിട്ട് നമ്മുടെ നാട്ടിൽ ചാരുബെഞ്ച് ചെയ്യാറുള്ളൂ. പക്ഷേ എന്നാലും സിമെൻറ്റ് പില്ലർ ചിലർ വുഡിൻ്റെ ഡിസൈൻ കൊടുക്കാൻ പറയാറുണ്ട്.